എന്തായി മോളെ, അനിയെ വിട്ടോ? ഇല്ല, ഇന്ന് വേണമെങ്കിൽ അവനെ കോടതിയിൽ ഹാജരാക്കായിരുന്നു. മനപ്പുറം അയാൾ വെച്ച് താമസിപ്പിച്ചതാ ആ CI. ഓ പിന്നെ അങ്ങനെയൊന്നും എന്റെ സച്ചിമോൻ ചെയ്യത്തില്ല. എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കാണോ ഇതിനെപ്പറ്റി അറിയാന്നുള്ളത്? കോടതി പിരിയുന്നതിന് മുൻപ് കൊണ്ടുപോവായിരുന്നു. ആ സമയത്ത് പിന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ച് താമസിപ്പിച്ചതാ. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പാതി വഴിക്ക് എത്തിയപ്പോ അയാള് തന്നെ പറഞ്ഞു അവിടെ ചെന്ന് ചിലപ്പോ അനിയെ റിമാൻഡ് ചെയ്യുമെന്ന്. എന്നിട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഒരേ സമയം തന്നെ രണ്ട് സ്വഭാവം അയാൾ കാണിക്കുന്നത്. അനിയോട് ശത്രുതയില്ലെന്ന് എന്റെ മുന്നിൽ വരുത്തി തീർക്കാൻ അയാൾ കിടന്ന് ശ്രമിക്കുന്നത്. നീ എന്തിനാ മോളെ സച്ചി എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എങ്കിലും അനിയെ തല്ലിയതൊന്നുമില്ലല്ലോ പോലീസ്. അതെന്തുകൊണ്ടാ? എന്റെ സച്ചിമോൻ ഉള്ളതുകൊണ്ടാ. നിന്നേക്കാളും മുകളിലുള്ള ഓഫീസറല്ലേ സച്ചി. അപ്പൊ അങ്ങനെയുള്ളപ്പോ സച്ചിമോൻ പറഞ്ഞാ പോലീസുകാർ അനുസരിച്ചല്ലേ പറ്റൂ. എനിക്ക് എന്തായാലും അതുപോലെ ഒരു തന്നെ ഭർത്താവായിട്ട് വേണ്ട. അയാൾ ഒരു കള്ളനാ, തരും കള്ളൻ. നന്ദുട്ടാ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, നിന്റെ മുഖത്ത് ഞാൻ ഇടിക്കും. അനി അറസ്റ്റ് ചെയ്തതിനെ എന്തിനാ മോളെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത്? അനി അനാമിയെ തല്ലിക്കൊണ്ടല്ലേ ഇപ്പൊ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത്? അതും അവള് സച്ചിയുടെ തല്ലേ കെട്ടിവെച്ചു. അതെ, പെൺകുട്ടികളെ തല്ലി കഴിഞ്ഞാ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കോ? അവളെ തല്ലിയതിന് വ്യക്തമായ കാരണമുണ്ടമ്മേ. മനുഷ്യരായിട്ടുള്ള ആരാണെങ്കിലും അവളെയും അവളുടെ അച്ഛനെയൊക്കെ തല്ലിപ്പോവും. ഞാനും എന്റെ കൂട്ടുകാരും കൂടി എത്ര തവണ അവളുടെ വീട്ടിൽ കയറി അവളെയും അവളുടെ അച്ഛനെയൊക്കെ തല്ലിയതാ. നയപരമായിട്ട് എന്നെ കൊണ്ട് തന്നെ അവനെ ലോക്കപ്പിൽ ആക്കിച്ചു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അയാൾ ഒരു കള്ളനാന്ന്. അങ്ങനെ ഒരാളെ ഞാൻ എന്തായാലും എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പോകുന്നില്ല. അയാളുമായിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എന്നിട്ട് അവള് പറഞ്ഞത് കേട്ടില്ലേ? അനി അറസ്റ്റ് ചെയ്ത വേദന കൊണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? അനിയുടെ സങ്കടം അവക്കും സങ്കടമാ. എന്നാ സച്ചിമോന്റെ ഇഷ്ടം അവളോട്ട് കാണുന്നുമില്ല. രണ്ടാളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ കനകെ. നന്ദു അനി ഒന്നിക്കാൻ പാടില്ല. അത് നമ്മുടെ ആവശ്യ എന്ന് വെച്ച് അനി നമ്മുടെ പയ്യനല്ലേ. അതെനിക്കും അറിയാൻ കോന്നേട്ടാ. പക്ഷെ അനിയോട് കാണിക്കുന്നതിന്റെ പകുതി സ്നേഹം അവളാ സച്ചിമോനോട് കാണിക്കുന്നില്ലല്ലോ. അതാ എന്റെ വിഷമം. ആ CI സച്ചിനൊക്കെ നമ്മളെ അറിയാലോ. അതുകൊണ്ട് അനി അയാൾ വിഷമിപ്പിക്കൊന്നുമില്ല. എന്നാലും അവൻ ലോക്കപ്പിലല്ലേ നയനെ കിടക്കേണ്ടത്, അതും ഒരു രാത്രി. എന്ത് ചെയ്യാൻ പറ്റും ആദർശേട്ടാ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം നന്ദു അവിടെ നിൽക്കാന്നാ പറഞ്ഞത്. പക്ഷെ ആ CI നിർബന്ധിച്ച് അവളെ വീട്ടിലേക്ക് വിട്ടെന്നാ ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നന്ദു അവിടെ നിൽക്കാന്നാ പറഞ്ഞത്. അയാൾ ഇരട്ടത്താപ്പുമായിട്ട് നടക്കാണല്ലോ. എനിക്ക് നല്ല കെയർ കിട്ടുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ജാമ്യം കിട്ടരുതെന്ന ആഗ്രഹം അയാൾക്കുണ്ട്. ഇപ്പോ അയാളുടെ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്. അനിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനാ. അതാ പറഞ്ഞത് ചേച്ചി, അവൻ അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന്. എങ്കിലും ലോക്കപ്പിൽ കിടന്നല്ലേ മോളെ ഉറങ്ങുന്നത്?